ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ഫുൾ വിശേഷത്തിലേക്ക് കടന്നാലോ. അപ്പം നമ്മുടെ സുധിയുടെ കടയിലേക്ക് മഹിമ വരുന്ന ആ ഒരു സീനാണ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത്. അങ്ങനെ സുധിയും ശ്രുതിയും കടയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും അവർക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഓരോ സാധനങ്ങൾ ഇങ്ങനെ സെയിലാകും തോറും ഇങ്ങനെ സന്തോഷം ഇരട്ടിച്ചിരട്ടിച്ച് വരികയാണ്. ആദ്യമായിട്ട് ഒരു കടയിടുക, അത് വിജയിക്കുക എന്നൊക്കെ ഉള്ളത് ഒരു സ്വപ്നമാണല്ലോ. അപ്പൊ ആ ഒരു സമയത്താണ് നമ്മുടെ മഹിമയും അതുപോലെ തന്നെ മഹിമയുടെ കിട്ടിയവൻ മധുസൂദനും കൂടെ ആ ഒരു പ്ലാനും പദ്ധതിയൊക്കെ തയ്യാറാക്കിയിട്ട് ആ ഒരു AC-യുമായിട്ട് വന്നത്. അങ്ങനെ AC-യുമായിട്ട് വരുന്നു. ആ AC റിട്ടേൺ കൊടുക്കാൻ വരുന്നതാണ്. അപ്പൊ മഹിമേനെ കണ്ടത് ഇവർ ആദ്യം ഓർക്കുന്നത് എന്തൊക്കെയോ മേടിക്കാൻ വേണ്ടി വന്നതായിരിക്കും എന്നാണ് ഇവരുടെ ആ ഒരു ചിന്ത. കാരണം മഹിമ അങ്ങനെയാണല്ലോ. മഹിമ ഇച്ചിരി പണമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ അടുത്തത് എന്തെങ്കിലും മേടിക്കാനൊക്കെ ആയിരിക്കും ഓർത്തിട്ട് ആ മഹിമ ആൻറ്റി വരുമോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിളിക്കുകയാണ്. അങ്ങനെ മഹിമ വന്നു. മഹിമ വന്നതിൻ്റെ പുറകെ അടുത്തൊരു ഇതും കൂടെ വരുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ആ ഒരു ആ ഒരു AC കണ്ടതും പെട്ടെന്ന് ഇതെന്താ ആൻറ്റി എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്തു പറ്റി, എന്തെങ്കിലും റിപ്പയറിങ് വല്ലതും ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും മഹിമ പറഞ്ഞു, ഹേയ് റിപ്പയറിങ് ഒന്നും അല്ല ഇനി ഇത് ഫിറ്റ് ചെയ്യാൻ ഇവിടെ നാളെ വിടണമായിരുന്നു. ആൻറ്റി എന്തിനാ ഇപ്പൊ ഇതും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത്? ഞങ്ങളൊന്ന് വിളിച്ചു പറയുമായിരുന്നേ ഞങ്ങൾ അങ്ങോട്ടേക്ക് വരത്തില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പം, ഹേയ് അതൊന്നും അല്ല, അത് ഞാനിത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഏതായാലും ആൻറ്റി അല്ലേ ഞങ്ങളുടെ കടയിൽ നിന്ന് ആദ്യം പർച്ചേസ് ചെയ്ത ആള്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കടയ്ക്ക് ആ ഒരു ഐശ്വര്യം ഉണ്ട് കേട്ടോ. ആൻറ്റി പർച്ചേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് കടയ്ക്ക് ഇത്രയ്ക്കും നല്ലൊരു ഐശ്വര്യവും അതുപോലെ തന്നെ ഒത്തിരി സെയിലൊക്കെ നടക്കുന്നതെന്ന് പറഞ്ഞപ്പം, ആണോ, എങ്കിലും വലിയ കഷ്ടമായി പോയല്ലോ മക്കളെ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ്, അതെന്താ മഹിമ ആൻറ്റി അങ്ങനെ പറഞ്ഞത്? അല്ല, വേറൊന്നുമല്ല, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വന്നത് ഈ AC റിട്ടേൺ നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണെന്ന്. അതെന്തിനാ ഈ AC ഇപ്പം റിട്ടേൺ തരുന്നത്? അല്ല, എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ? അല്ല, കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ നോക്കാം എന്തെങ്കിലും ഉണ്ടോന്ന്. കംപ്ലൈന്റ് പോയിട്ട് ഞങ്ങൾ ഇത് പൊട്ടിച്ചു പോലും നോക്കിയിട്ടില്ല മക്കളെ. പിന്നെന്തിനാ കംപ്ലൈന്റ് പറയുന്നത്? അല്ല, പിന്നെന്തിനാ ഇപ്പം ഇത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? അത് പിന്നെ ഇത് ഞങ്ങൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേടിച്ചത് ചന്ദ്രോദയത്തേക്ക് വേണ്ടിയായിരുന്നു. ഞങ്ങൾ അങ്ങോട്ടേക്ക് കൊടുത്തു വിട്ടപ്പോഴേക്കും അവർക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞ് ഇത് തിരിച്ച് റിട്ടേൺ ഞങ്ങളുടെ വീട്ടിലേക്ക് തന്നെ വന്നു. പിന്നെ ഇത് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതെന്താ അങ്ങനെ? അല്ല, വീട്ടിലേക്ക് മേടിച്ചതാണെങ്കിൽ വീട്ടിൽ കൊടുത്താൽ മതിയായിരുന്നല്ലോ. അല്ല, അതിപ്പോ ആരാ വേണ്ടെന്ന് പറഞ്ഞത്? അത് വേറെ ആരുമല്ല, നിങ്ങളുടെ വീട്ടിൽ ഒരാളുണ്ടല്ലോ എല്ലാത്തിനും എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരാള്. അത് വേറെ ആരും അല്ലല്ലോ, സച്ചി എന്ന് പറയുന്ന ആ പയ്യനില്ലേ, അവൻ തന്നെ എല്ലാത്തിനും കാരണം. ഞങ്ങളിത് അങ്ങോട്ടേക്ക് പാഴ്സൽ അയച്ചു. ഒരു സർപ്രൈസ് ആകട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് ഇത് ഞങ്ങൾ മേടിച്ചതും ഞാൻ നിങ്ങൾക്ക് തന്നെ ഇത് തരാൻ വേണ്ടി മേടിച്ചതൊക്കെ. സർപ്രൈസ് അങ്ങോട്ടേക്ക് അയക്കാമെന്ന് ഓർത്താണ് അന്ന് തന്നെ തരാതെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയി ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് അയച്ചത്. പക്ഷേ സച്ചിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. സച്ചി എന്ത് ചെയ്തു? സച്ചി തിരിച്ചത് വീട്ടിലേക്ക് അയച്ചു. ഞാനിനിയിപ്പോൾ ഈ AC വെച്ചിട്ട് എന്ത് ചെയ്യാനാ? ഞങ്ങൾക്ക് അവിടെ AC-യുടെ കാര്യമൊന്നുമില്ല മോളെ, എല്ലാ റൂമിലും AC ഉണ്ട്. പിന്നെന്തിനാ ഞങ്ങൾക്ക് ഈ AC? അതുകൊണ്ട് ഞങ്ങൾ ഓർത്തു ഈ AC ഇവിടെ തന്നെ തിരിച്ചു തരാന്ന്. ഇതിനെല്ലാത്തിനും അവനെ പറഞ്ഞാൽ മതിയല്ലോ, ആ തലതെറിച്ചവനെ. അവൻ കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തിരിച്ച് നിങ്ങളുടെ കടയിലേക്ക് കൊണ്ടു തരേണ്ടി വന്നത്. അയ്യോ ആൻറ്റി, ഞങ്ങളുടെ ഫസ്റ്റ് കച്ചവടം അല്ലായിരുന്നു ഇത്? അതും 1.5 ലക്ഷം രൂപയ്ക്കല്ലേ ആൻറ്റി ഇത് മേടിച്ചത്. അപ്പം ഇത് തിരിച്ചെടുക്കാന്ന് പറയുമ്പം അത് ഞങ്ങളുടെ കടയ്ക്കും കൂടെ അല്ലേ ദോഷം? അത് ഞങ്ങളുടെ കടയുടെ പേരിനെയും കൂടെ അല്ലേ ബാധിക്കുന്നത്? അതൊക്കെ ശരിയാ, അതൊക്കെ എനിക്കറിയാം മോളെ, അതൊക്കെ നന്നായിട്ട് എനിക്കറിയാം. ഒരു കാര്യം ചെയ്യേ, തൽക്കാലം നിങ്ങൾ എനിക്ക് പൈസ തരണ്ട, ആ പൈസ നിങ്ങൾക്ക് ഞാൻ തന്ന ഗിഫ്റ്റ് ആയിട്ട് നിങ്ങൾ വെച്ചോ, എന്നിട്ട് ഈ AC എടുത്തോളാൻ പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതിക്ക് ഇച്ചിരി അഭിമാനവും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ശ്രുതി അത് കേൾക്കുമോ? ശ്രുതിക്ക് അഭിമാനമില്ല, പക്ഷെ നമ്മുടെ ശ്രുതിക്ക് കുറച്ച് അഭിമാനം കൂടുതലായതുകൊണ്ട് തന്നെ ശ്രുതി പറഞ്ഞു, അയ്യോ ആൻറ്റി, വെറുതെ 1 ലക്ഷം രൂപ ഞങ്ങൾക്ക് തരിക എന്ന് പറഞ്ഞാൽ അത് അത്രയ്ക്ക് ശരിയായ കാര്യമല്ലല്ലോ. ഒരു കാര്യം ചെയ്യാം ആൻറ്റി, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം പറഞ്ഞു, അതെന്തിനാ മോളെ? അത് 5 മിനിറ്റ് ആൻറ്റി ഇവിടെ വെയിറ്റ് ചെയ്യ്, ഞാൻ ഇപ്പൊ വരാമെന്നും പറഞ്ഞ് അങ്ങോട്ട് നമ്മുടെ ശ്രുതി അങ്ങ് പോയി കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, ഇത് എന്തായി തീരുമെന്ന് എനിക്കറിയില്ല, കാരണം ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയ ആദ്യത്തെ ഇത് ആൻറ്റിക്ക് വേണ്ടി തന്നെ വിറ്റത്. പക്ഷേ ഇത് ആൻറ്റിക്കും പ്രയോജനപ്പെട്ടില്ല, ആർക്കും പ്രയോജനപ്പെടാതെ പോയല്ലോ, വലിയ കഷ്ടമായി പോയി. അല്ലെങ്കിലും അവൻ ഒറ്റ ഒരുത്തൻ കാരണമാണ് ഇതിനൊക്കെ അവൻ ഒറ്റ ഒരുത്തനാ ഇതിനൊക്കെ കാരണം. എനിക്കറിയാം, അവനെ ഞാൻ കട വെച്ചതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല,
ആ അതെനിക്ക് അപ്പോഴേ തോന്നിയതാ. അല്ല, രേവതി ഒരു മിക്സി എങ്ങാണ്ട് എടുത്തോണ്ട് വന്നപ്പം ഇവിടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായില്ലേ, അതൊക്കെ അവന്റെ മനസ്സിൽ കിടക്കുമായിരിക്കും സുധി. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ഞാൻ ഈ ഒരു AC നിങ്ങളുടെ വീട്ടിലേക്ക് കയറ്റി അയച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ ഇഷ്ടപ്പെടാത്തത്. അതുകൊണ്ട് തന്നെയാ, എനിക്ക് ഉറപ്പാ. പിന്നെ സുധി, നിന്നെ സച്ചിക്ക് അത്രയ്ക്ക് ഇഷ്ടമൊന്നും അല്ലല്ലോ. നിന്നോട് എന്തോ ആജന്മ ശത്രുവിനെ പോലെയല്ലേ പെരുമാറുന്നത്. അപ്പൊ അതുകൊണ്ടൊക്കെ നീ ഇങ്ങനെ ഉയർച്ചയിൽ നിൽക്കുന്നത് അവന് ഇഷ്ടമല്ലായിരിക്കും. ഇതൊക്കെ കൂടി മനസ്സിൽ കിടന്നാൽ പിന്നെ എങ്ങനെയാ ഈ AC ഞാന് തിരിച്ച് റിട്ടേൺ ഇവിടെ കൊണ്ടുതരുന്ന അവന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവൻ ഈ AC തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് റിട്ടേൺ അയച്ചത്. ഞങ്ങളുടെ വീട്ടിൽ AC ആവശ്യമില്ലെന്ന് അവന് നന്നായിട്ട് അറിയാമേ. അപ്പൊ പിന്നെ ഇത് ഇങ്ങോട്ടല്ലേ ഞങ്ങൾ കൊണ്ടുതരത്തുള്ളൂ. അപ്പൊ അവിടെ ആരുടെ കച്ചവടമാണ് മുടങ്ങുന്നത്? നിങ്ങളുടെ കച്ചവടം അല്ലേ മുടങ്ങുന്നത്. ആ, എനിക്കെല്ലാം മനസ്സിലായി. സാരമില്ല. ഇനിയിപ്പം നിങ്ങൾ അതൊന്നും ഓർത്ത് വിഷമിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ഈ ഒരു സമയത്ത് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമ്മുടെ ശ്രുതി വരികയാണ്. അങ്ങനെ ശ്രുതി വന്നിട്ട്, അയ്യോ ആൻറ്റി നിൽക്ക് പോവല്ലേ എന്ന് പറഞ്ഞു. ഇന്ന് ആൻറ്റിയുടെ പൈസ ഇത് 1.5 ലക്ഷം രൂപയുണ്ട്. ആൻറ്റി അങ്ങനെ വെറുതെ ഗിഫ്റ്റായിട്ട് ഞങ്ങൾക്ക് തരുമോന്ന് വേണ്ടാന്ന് പറഞ്ഞപ്പം, അയ്യോ മോളെ 1.5 ലക്ഷം രൂപ എന്തിനാ എനിക്ക് കൊണ്ടു തന്നത്? മോളെ നീയും എൻ്റെ മോളെ പോലെ തന്നെയല്ലേ. അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ആദ്യത്തെ കച്ചവടം അല്ലായിരുന്നോ? അത് റിട്ടേൺ എടുക്കുക, ആ പൈസ തിരിച്ചു മേടിക്കുക എന്നൊക്കെ പറഞ്ഞ് എനിക്കും കൂടെ അല്ലേ മോശം. അതൊന്നും സാരമില്ല ആൻറ്റി. ആൻറ്റി ഒരു കാര്യം ചെയ്യ, ഇപ്പം ഇത് പിടിച്ചോ, ഇത് കൊണ്ടൊക്കോ. ഇല്ലെങ്കിൽ അത് ഞങ്ങളുടെ കടേനെയും കൂടെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോഴത്തേക്കും തന്നെ അവിടെ ഒരാൾ എന്തോ സാധനം മേടിക്കാനോ നോക്കാനോ വന്നായിരുന്നേ. അപ്പോൾ ഒരു കസ്റ്റമർ വന്നിട്ട്, അല്ല ഇതെന്താ AC തിരിച്ചു കൊണ്ടുവച്ചിരിക്കുന്നത്, റിട്ടേൺ കൊണ്ടുവന്നാണോ? ഓഹോ, അപ്പൊ ഇവിടെ ഇരിക്കുന്നതിനൊന്നും അത്രയ്ക്ക് ഗ്യാരണ്ടിയും ക്വാളിറ്റി ഉള്ളതല്ലല്ലേ? അയ്യോ അങ്ങനെയൊന്നുമില്ല സാറേ, ഇവിടെ ഇരിക്കുന്നതെല്ലാം നല്ല കമ്പനി ഐറ്റംസാ. എന്നിട്ടാണോ ഈ സ്ത്രീ ഇത് തിരിച്ചു കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്? അയ്യോ ഇത് തിരിച്ചു കൊണ്ടുവന്നത് ഞങ്ങളുടെ പ്രൊഡക്റ്റ് കേടായിട്ടൊന്നും അല്ല, അതിന് കംപ്ലൈന്റ് വന്നിട്ടൊന്നും അല്ല. അത് വേറൊരു സാഹചര്യം മൂലം. മനസ്സിലായി. ഉരുണ്ട് കളിക്കണ്ട. ഈ കടയിലെ ഓണർ ആയിരിക്കൂലേ, അപ്പൊ പിന്നെ ഉരുണ്ട് കളിക്കാമല്ലോ. അതെ മതി. ഏതായാലും ഞാൻ ഇനിയിപ്പോ ഇവിടെ നിന്നൊന്നും മേടിക്കാൻ പോകുന്നില്ല. അതെ, ഞാൻ അടുത്ത കടയിലേക്ക് പൊക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് ആ വന്ന കസ്റ്റമർ അങ്ങ് ഇറങ്ങിപ്പോയിട്ടോ. ഇതും കൂടെ ആയി കഴിഞ്ഞപ്പോ പിന്നെ പറയാനുണ്ടോ, നമ്മുടെ ശ്രുതിക്കും അരിശം വന്നു. ഈ ഒരു സമയത്ത് മഹിമയും അങ്ങ് പോയി കേട്ടോ. ആ ഒരു 1.5 ലക്ഷം രൂപ മേടിച്ചുകൊണ്ട് തന്നെയാണ് മഹിമ തിരിച്ചങ്ങ് പോകുന്നത്. മഹിമ ചെന്നിട്ട് ഈ കാര്യം മധുസൂദനോട് പറഞ്ഞപ്പോഴത്തേക്കും തന്നെ മധുസൂദനന് സന്തോഷമായി. മധുവേട്ടാ, എൻ്റെ പൊന്നു മധുവേട്ടാ, കാണണമായിരുന്നു അവളുടെ ഒരു മുഖം. ഏതായാലും ഇന്ന് ചന്ദ്രോദയത്ത് വലിയൊരു അടി നടക്കും. നമ്മളായിട്ട് അടി ഉണ്ടാക്കിയതാന്നും ആരും കരുതില്ല. കാരണം നമ്മൾ അവിടെ കൊടുത്ത സാധനം തിരിച്ച് റിട്ടേൺ വിട്ടത് സച്ചിയല്ലേ. അതുകൊണ്ട് എല്ലാവരും സച്ചിനെ കുറ്റപ്പെടുത്തത്തുള്ളൂ. അതുമൂലം നമ്മുടെ മോക്കും ഒരു ക്ഷീണമാകും. അപ്പൊ എന്തുണ്ടാകും, നമ്മുടെ മോളും ഇങ്ങോട്ടേക്ക് വരാൻ നോക്കും. അവരുടെ വീട്ടിൽ നിൽക്കാൻ മോള് താല്പര്യപ്പെടത്തില്ല. കാരണം നമ്മൾ നല്ല കാര്യമല്ലേ ചെയ്തത്, ഒരു AC മേടിച്ചു കൊടുത്തു, അത് റിട്ടേൺ കയറ്റി അയച്ചത് സച്ചിയല്ലേ. അപ്പൊ ആരുടെ കയ്യിലാ തെറ്റ്? സച്ചിയുടെ കയ്യിലാ തെറ്റ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി പ്രശ്നങ്ങളായി. ശ്രീകാന്ത് വർഷയും കൂടി ഇങ്ങോട്ട് ഉറപ്പായിട്ടും വരും എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ ഇങ്ങനെ സന്തോഷിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ, നമ്മുടെ ശ്രുതിയും കൂടി നേരെ ചെല്ലുകയാണ് ചന്ദ്രോദയത്തേക്ക് ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി സച്ചി അവിടെ ഉണ്ടല്ലോ. അങ്ങനെ നമ്മുടെ രേവതി പറഞ്ഞു, അതിനിപ്പോ എന്ത് ചെയ്യാനാ, അത് വേറൊന്നും കൊണ്ടും അല്ലല്ലോ. സച്ചേട്ടൻ അത് തിരിച്ചയച്ചത് അച്ഛൻ ഇവിടെ AC വേണ്ടെന്ന് ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു, അതുകൊണ്ടൊക്കെ അല്ലേ. അപ്പോഴത്തേക്കും ചന്ദ്ര, ഡി നീയേ അവനെ ന്യായീകരിക്കരുതേ. അവൻ കാണിച്ചു വെച്ച തെമ്മാടിത്തരം ഇല്ലെങ്കിലും ആരെങ്കിലും ചെയ്യുന്ന പരിപാടിയാണോ ഇത്? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. പാവം എൻ്റെ മോന് ആശിച്ചു മോഹിച്ചും ആദ്യത്തെ കച്ചവടം നടത്തിയതാ. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ സച്ചി പറഞ്ഞു, ഓ ആദ്യത്തെ കച്ചവടം തന്നെ കുളമായല്ലേ. അതെ, എൻ്റെ രേവതിയുടെ കയ്യിൽ നിന്ന് ഇതൊക്കെ മേടിക്കുമായിരുന്നെങ്കിൽ വല്ല പ്രശ്നം ഉണ്ടായിരുന്നോ? എൻ്റെ രേവതി ആയിരുന്നെങ്കിലേ ഇപ്പൊ വെച്ചടി കയറ്റം ഉണ്ടായേനെ. നിർത്തട, വെച്ചടി കയറ്റം. അയ്യോ, പൂവിക്കുന്ന ഇവിടെ അങ്ങോട്ട് സാധനം മേടിക്കുമ്പോൾ വെച്ചടി കയറ്റം ഉണ്ടാകാൻ പോവല്ലേ അങ്ങോട്ട്. അതെ, ഇവിടെ ഐശ്വര്യ ദേവതയൊന്നും അല്ലല്ലോ. മതി, നിർത്ത് സച്ചി, നീ കൂടുതൽ പറയുകയൊന്നും വേണ്ട, ന്യായീകരിക്കുകയും വേണ്ട. അപ്പോഴത്തേക്ക് നമ്മുടെ വർഷയും പറഞ്ഞു, അതെ സച്ചിയേട്ടൻ കൂടുതൽ ന്യായീകരിക്കുകയൊന്നും വേണ്ട. അമ്മയും അച്ഛനും സന്തോഷത്തോടു കൂടി ഇവിടെ ഒരു സാധനം കൊണ്ട് തന്നു, അത് മറ്റുള്ളവരോട് ചോദിക്കാതെ തിരിച്ചു വിട്ടതേ അത് തെറ്റ് തന്നെയാ. അത് തെറ്റല്ലെന്ന് ഞാൻ പറയില്ല. അപ്പൊ ശ്രീകാന്തും പറഞ്ഞു, അത് ശരിയാ, സച്ചേട്ടൻ എന്തിനാ സച്ചേട്ടാ അത് തിരിച്ചു കൊടുത്തു വിട്ടത്? ഇവിടെ എല്ലാവരോടും ഒന്ന് ചോദിക്കാറുന്നല്ലോ. ആരോടും ചോദിക്കാതെ ഈ വീട്ടിലേക്ക് ഒരു സാധനം കൊണ്ടുവരുമ്പോൾ അത് തിരിച്ചു കൊടുത്ത് വിടുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അത് പിന്നെ ശ്രീകാന്തെ, നീയും ഇവളുടെ കൂടെ കിടന്ന് തുള്ളുകയാണോ?
നമ്മളെ നാണം കെടുത്താൻ വേണ്ടിയാ അവരിങ്ങോട്ടേക്ക് AC കൊടുത്തു വിട്ടത്. അതാരാ സച്ചേട്ടനോട് പറഞ്ഞത് നമ്മളെ നാണം കെടുത്താൻ വേണ്ടിയാണെന്ന്? അവരൊരു AC മേടിച്ചു. ഇവിടെ വർഷ താമസിക്കുന്നില്ലേ, സ്വന്തം മോളല്ലേ, അപ്പൊ പിന്നെ അവക്ക് വേണ്ടിയാണെന്ന് ചിന്തിച്ചൂടെ? ആർക്ക് വേണ്ടിയാണെങ്കിലും എൻ്റെ വീട്ടിൽ AC വെക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, എടാ സച്ചി, നീ അടങ്ങടാ, നീ ചെയ്തത് തെറ്റ് തന്നെയാ, തെറ്റിനെ നീ ന്യായീകരിക്കരുതേ. നീ ചെയ്തത് തെറ്റല്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടായിരിക്കും, പക്ഷെ അത് മറ്റുള്ളവർക്കും കൂടെ തോന്നണ്ടേ? ശ്രുതിയുടെ ഭാഗത്തു നിന്നും ചിന്തിക്കുമ്പോൾ ശരിയാണ്, നീ ചെയ്തത് തെറ്റാണ്. അതുപോലെ വർഷയുടെ ഭാഗത്തു നിന്നും ശ്രീകാന്തിന്റെ ഭാഗത്തു നിന്നും ചിന്തിക്കുമ്പോഴും നീ ചെയ്തത് തെറ്റാ. പിന്നെ ചന്ദ്രനെ ഈ കൂടെ കൂട്ടണ്ട. എന്റെ ഭാഗത്തു നിന്നും ചിന്തിക്കുമ്പോഴും നീ ചെയ്തത് തെറ്റ് തന്നെയാ. അപ്പം അച്ഛനും എന്നെ കുറ്റപ്പെടുത്തുവാണോ അച്ഛാ? ആ, ഞാനും നിന്നെ കുറ്റപ്പെടുത്തുക തന്നെയാ. നിന്നെ കുറ്റപ്പെടുത്താതെ പിന്നെ എന്താടാ ചെയ്യേണ്ടത്? ദേ, ഞാനൊരു കാര്യം പറയട്ടെ, അങ്ങനെ ഒരു സാധനം ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയെങ്കിൽ നിനക്ക് എന്നോടൊരു വാക്ക് പറയായിരുന്നല്ലോ. അത് പിന്നെ അച്ഛനല്ലായിരുന്നോ പറഞ്ഞത് ഇവിടെ ആരുടെ ഔദാര്യമൊന്നും വേണ്ടാന്ന്? അതൊക്കെ ഞാൻ പറഞ്ഞു, എങ്കിലും ഇങ്ങനെയല്ലായിരുന്നു ചെയ്യേണ്ടത്. അതിനൊക്കെ അതിൻ്റെതായ ഒരു രീതിയുണ്ട്. അല്ല മോളെ ശ്രുതി, എന്നിട്ട് നീ എങ്ങനെ പൈസ കൊടുത്തു? 1,50,000 രൂപ നിനക്ക് എവിടെ നിന്നുണ്ടായി? 1,50,000 രൂപ എവിടെ നിന്നുണ്ടായെന്നോ? എൻ്റെ ഭാര്യയുടെ കെട്ടുതാലി കൊണ്ടങ്ങ് വിറ്റു. എന്നിട്ട് ആ മഞ്ഞച്ചരടും എടുത്ത് കാണിക്കുകയാണ് കേട്ടോ. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് വീണ്ടും അങ്ങ് ഇളകിയില്ലേ. ഓഹോ, കണ്ടില്ലേ പാവം എൻ്റെ മക്കള്, അവളുടെ കെട്ടുതാലി വരെ കൊണ്ട് വിൽക്കേണ്ട അവസ്ഥ നീ ഒരുത്തൻ കാരണമാടാ ഉണ്ടായത്. എടാ ദുഷ്ട, വഞ്ചക, എടാ മഹാഭാവി, എന്തിനാടാ നീ കുടുംബത്തിനോട് ഈ ക്രൂരത ചെയ്യുന്നത്? എങ്ങനെയെങ്കിലും സ്വസ്ഥതയും സമാധാനത്തോടും കൂടി എൻ്റെ മക്കളൊന്ന് ജീവിച്ചു പൊക്കോട്ടെടാ. നിനക്ക് നിന്റെ ഭാര്യയ്ക്കും മാത്രമേ ഈ വീട്ടിൽ ജീവിക്കാനുള്ള അവകാശമുള്ളൂ, ദുഷ്ട കാല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര പേടിപ്പിക്കാനും തുടങ്ങിട്ടോ. ഏതായാലും ഈ സമയത്ത് രേവതിക്കും ഒക്കെ സങ്കടമായി. കാരണം നമ്മുടെ ശ്രുതിയുടെ നിൽപ്പും എടുപ്പൊക്കെ കാണുമ്പോൾ ആർക്കാണെങ്കിലും സങ്കടം തോന്നും. ആ ഒരു മഞ്ഞച്ചരട് കെട്ടേണ്ടി വന്നു കഴുത്തില്. അപ്പം നമ്മുടെ ചന്ദ്ര ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, അയ്യോ മരുമകള് മഞ്ഞച്ചരട് കെട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയ്ക്ക് അടുത്ത് പോകാനൊന്നും ഇല്ലല്ലോ. എൻ്റെ ഭാര്യയും ഇവിടെ കുറെ നാള് മഞ്ഞച്ചരട് തന്നെയാ കെട്ടിക്കൊണ്ട് നടന്നത്. എടാ, നിന്റെ ഭാര്യയെ പോലെയാണോടാ ശ്രുതിയെ വലിയ വീട്ടിൽ നിന്ന് വന്ന അവളുടെ അച്ഛനെങ്ങാനും വന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് തോന്നും? അവളുടെ കഴുത്തെ വെറും ഒരു താലിച്ചരടും മാത്രം, മാലയുമില്ല. ഓ എൻ്റെ ഈശ്വര, എൻ്റെ ഭഗവതി, ഞാൻ ഇനി എന്ത് ചെയ്യാനാ? ഈ മുടിഞ്ഞവൻ എൻ്റെ വയറ്റിൽ ജനിച്ചപ്പോൾ തൊട്ട് തുടങ്ങിയതാണല്ലോ ഈ കഷ്ടകാലം എന്ന് പറഞ്ഞ് അങ്ങ് തുടങ്ങി കേട്ടോ വീണ്ടും. ഏതായാലും ആകെപ്പാടെ മൊത്തം സീൻ കോൺട്രയാകുകയാണ്. അങ്ങനെ രവീന്ദ്രന്റെ വായിൽ നിന്നും കുറേ കേട്ടു. ലാസ്റ്റ് നമ്മുടെ രേവതിയും പറഞ്ഞു, സച്ചേട്ടൻ ചെയ്തത് മോശമായിപ്പോയി, അത് തെറ്റ് തന്നെയാ, അതിനകത്ത് ന്യായം ഉണ്ടെങ്കിലും തെറ്റ് തന്നെയാ. സച്ചേട്ടൻ അങ്ങനെയല്ലായിരുന്നു പറയേണ്ടതും, അങ്ങനെയല്ലായിരുന്നു ചെയ്യേണ്ടതും. അച്ഛനോട് പറഞ്ഞിട്ട് ന്യായത്തിൻ്റെതായ രീതിയിൽ ചെയ്യണമായിരുന്നു. ഇതിപ്പം തിരിച്ച് അവരുടെ വീട്ടിൽ റിട്ടേൺ കൊടുത്തു വിടുക എന്ന് പറഞ്ഞാൽ അവർക്കും നാണക്കേടാണ്. മാത്രമല്ല ശ്രുതിയുടെ അടുത്ത് അവർ കൊണ്ടുചെന്നത് എന്തിനാണെന്ന് സച്ചേട്ടൻ അറിയാമോ എന്ന് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അവരെന്തിനാ രേവതി കൊണ്ടുവരുന്നത്? അത് വേറൊന്നിനുമല്ല, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകണമെന്ന് അവർ മനസ്സിൽ തീരുമാനിച്ചിരുന്നു. അപ്പൊ നിനക്കതൊക്കെ അറിയാമോ? പിന്നെ ഇതൊക്കെ ഏത് ചോറ് തിന്നുന്നവരും മനസ്സിലാവില്ലേ സച്ചേട്ടാ? അവരെന്താ ഉദ്ദേശിച്ചെന്നോ? അവരുദ്ദേശിച്ചത് കറക്റ്റായിട്ട് ഞാൻ പറയാം. അവര് ഇത് റിട്ടേൺ അയച്ച് നമ്മൾ കൊടുത്ത് അവിടെ കിട്ടുമ്പം അവരിത് നേരെ ശ്രുതിയുടെ അടുത്ത് കൊണ്ടുചെല്ലുമ്പം അവർക്ക് ഏതായാലും ഒരു ക്ഷീണം ആകുവേ. 1,50,000 രൂപ എടുത്ത് തിരിച്ചു കൊടുക്കേണ്ടി വരും. അവരുടെ ആദ്യത്തെ കച്ചവടം തന്നെ ഫ്ലോപ്പ് ആയിപ്പോയി. അപ്പം അവിടെ അവർക്ക് ഡിപ്രഷൻ അടിക്കും. അതുപോലെ തന്നെ ഇവിടെ ഇതൊക്കെ വന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ അമ്മ നന്നായിട്ട് കിടന്ന് തുള്ളുന്നു. ആ മഹിമ ആൻറ്റിക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെ വർഷയുടെ മനസ്സിൽ വിതയ്ക്കും. വർഷ ഇവിടുന്ന് വഴക്കുണ്ടാക്കി അവിടെ ചെന്ന് നിൽക്കും. ഇതൊക്കെയാണ് മഹിമ ആൻറ്റിയുടെ മനസ്സിലെ പ്ലാന്. ആ പ്ലാനല്ലേ സച്ചേട്ട ഇപ്പം വിജയിച്ച് നിൽക്കുന്നത്. ഇതിന്റെ വല്ല കാര്യവും സച്ചേട്ടനുണ്ടായിരുന്നോ? ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് സച്ചി, ശരിയാ, ഇതൊക്കെ ശരി തന്നെയാ, ഇതൊക്കെ അത് തന്നെയാ, എനിക്കറിയാം. ആ വർഷയുടെ അമ്മയില്ലേ, വഴക്കും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെ ഇതൊക്കെ ചെയ്തത്. പക്ഷെ അത് അച്ഛന് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. എങ്കിൽ പിന്നെ അവർ വഴക്കുണ്ടാക്കാതിരിക്കണ്ടേ? എൻ്റെ പൊന്ന് സച്ചേട്ടൻ പറയുന്നത് മാത്രം ശരിയാന്ന് ചിന്തിക്കരുത്. അവര് വഴക്കുണ്ടാക്കാതിരിക്കുന്നത് എങ്ങനെയാ? അവരോട് വന്നിട്ട് ഇപ്പം ശ്രുതിയും ഇങ്ങനെ ഒരു കാര്യം പറയുമ്പം ദേ അച്ഛനും അമ്മയല്ലേ, അവർക്ക് വിഷമം വരാതിരിക്കുവോ? സച്ചേട്ടനെ പോലെ തന്നെയാ അച്ഛന് ശ്രുതിയെ അദ്ദേഹവും. അപ്പോഴത്തേക്കും പിന്നെ എന്നെയല്ലേ അച്ഛന് സ്നേഹം ഇച്ചിരി കൂടുതലാണെങ്കിലും ഒത്തിരി കൂടുതലാണെങ്കിലും കാര്യത്തോട് അടുക്കുമ്പോഴാ സച്ചേട്ട ഇങ്ങനെയൊക്കെ വരുന്നത്. സച്ചേട്ടനോട് സച്ചേട്ടൻ്റെ അച്ഛന് സ്നേഹം ഉണ്ട്, അത് ശരിയാണ്. എങ്കിൽ പോലും സച്ചേട്ടൻ്റെ അച്ഛൻ്റെ മകൻ തന്നെയല്ലേ അയാളും. അപ്പൊ പിന്നെ അയാളോട് സ്നേഹക്കുറവൊന്നും കാണത്തൊന്നുമില്ല. മാത്രമല്ല സച്ചേട്ടൻ ചെയ്തത് ശരിയാണെന്ന് ആരും അംഗീകരിച്ചു തരില്ല. അതുകൊണ്ട് സച്ചേട്ടൻ കിടന്ന് ഉരുണ്ട് കളിക്കാതെ എന്നൊക്കെ പറയാണ്. ഏതായാലും
അല്ല രേവതി, ഞാൻ ചെയ്തത് തെറ്റായി പോയോ? സങ്കടമുണ്ട്. ഇനി സങ്കടപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഇനിയിപ്പോ പോയത് പോയി, വന്നത് വന്നു, അത്രമാത്രം കരുതിയാൽ മതി എന്നൊക്കെ നമ്മുടെ രേവതി പറയാണ് കേട്ടോ. ഏതായാലും നാളെ ഏകദേശം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് വിശേഷം അവസാനിക്കുന്നത്. സോറി, നാളെയല്ല, ഇന്ന് ഈ സീനൊക്കെ കാണിച്ചിട്ടാട്ടോ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ അടുത്ത വിശേഷത്തിനായിട്ടും നെക്സ്റ്റ് വീക്ക് പ്രൊമോയ്ക്കായിട്ടൊക്കെ കാത്തിരിക്കുക. നമ്മൾ നെക്സ്റ്റ് വീക്ക് പ്രൊമോയായിട്ട് ഉച്ചയ്ക്ക് വരുന്നതായിരിക്കും. നമ്മുടെ ഇന്ന് ഉച്ചയ്ക്ക് ഒരു 1:45 നമ്മൾ അടുത്ത ആഴ്ചയിലെ ഫുൾ വിശേഷവുമായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. പിന്നെ അലീനയുടെ കഥയും അതുപോലെ തന്നെ നമ്മുടെ നയനയുടെയും ആദർശിന്റെയും കഥയും ഇതിന്റെ പുറകെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അലീനയുടെ കഥ റിയൽ സ്റ്റോറിക്കകത്ത് പോകണം കേട്ടോ നിങ്ങൾ കാണണമെങ്കിൽ. അപ്പൊ എല്ലാവർക്കും ഒരുപാട് എന്താ പറയുക, ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു, നിർത്തുന്നു. ടാറ്റാ ബൈ ബൈ. ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോണേ.